ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പേഴ്സണൽ ന്യൂസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ സിനിമ റിലീസായി മൂന്നാമത്തെ ദിവസമാണ് സിനിമ കാണാൻ പോകുന്നത്. എമ്പുരാനാണ് കാണാൻ പോകുന്നത്. ലൈഫിൽ ഇതുവരെ ഇത്ര നേരത്തെ സിനിമയ്ക്ക് പോയിട്ടില്ല. കുറച്ച് ഡിലേ ആയിട്ടാണ് പോകുന്നത്. പിന്നെന്തോ ഇപ്രാവശ്യം നേരത്തെ പോവുകയാണ്. അപ്പോൾ പോണ വിശേഷങ്ങൾ കാണിച്ചു തരാം. എമ്പുരാൻ കാണാൻ പോയാലോ? വാ വാ ഒരുങ്ങ് ഒരുങ്ങ് പോവാ. വാ വിശ്വസിച്ചാ? സീരിയസ് ആയിട്ടാണ്. ടിക്കറ്റ് എടുത്ത് വാ. പോവാം. പോവാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുമായിരുന്നു. അതിൻ്റെ ലൈറ്റാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കൊല്ലത്തായിരുന്നു സിനിമ കാണാൻ പോയത്. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ തന്നെ എത്തിയായിരുന്നു. 11:59 ഷോ നൈറ്റ്. അപ്പോൾ 11:30 ആ ഒരു ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ. അതുപോലെ തിയേറ്ററിലോട്ട് കയറിയിരിക്കാൻ പറ്റത്തില്ല, അവിടെ ഷോ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ കട കണ്ട് ഒരു പിസ്സ മേടിക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളായിരുന്നു ഒരു പിസ്സ അടിച്ച് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? ഹലോ, തിന്നുന്നേ നമ്മൾ ടേസ്റ്റ് പറയുന്ന വ്യക്തി സൂപ്പർ. ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിസ്സ എങ്ങനെയുണ്ടെന്ന്. സാധാരണ ഞാൻ പിസ്സ, ബർഗർ അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാറില്ല. ചൂടുണ്ട്. ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് എന്തായാലും ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊക്കക്കോളയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാറുള്ളപ്പോൾ പെപ്സി, കൊക്കക്കോള, സെവനപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് മസ്റ്റാണല്ലോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മൂവി തുടങ്ങാൻ ടൈമായി. ഇറങ്ങി നടന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടിൽ. കൊല്ലം ധന്യരമ്യ തിയേറ്ററിലായിരുന്നു മൂവി കാണാൻ പോരുന്നത്. വേറെ ഒരു തിയേറ്ററിലും തന്നെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഈ തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാം ഫുള്ളായിരുന്നു. ഫ്രണ്ടിൽ വരെ ഫുൾ ആളായിരുന്നു. കൊണൊക്കെ മേടിച്ച് സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. മൂവിയൊക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.